തകരാരോ തിത്തോ തകരാരോ ദിനം ദിനം ദാരോ ദിനന്തോ തകരാരോ തിത്തോ തകരാരോ ദിനം ദിനം ദാരോ രാരിക്കം ദാരോ രരിക്കം ദേരോ രാരിക്കം ദാരോ തകരിന്തി രരിക്കം ദേരോ തെയ്യോ തകരാരോ തിത്തോ തകരാരോ ദിനം ദിനം ദാരോ ദിനന്തോ തകരാരോ തിത്തോ ഒച്ചില്ല ഒന്നും വാങ്ങില്ല തെയ്യോ തകരാരോ തിത്തോ തകരാരോ ദിനം ദിനം ദാരോ ദിനന്തോ തകരാരോ തിത്തോ തകരാരോ ദിനം ദിനം ദാരോ രാരിക്കം ദാരോ രിക്കം ദേരോ തകരിന്തി മിരാരിക്കം ദാരോ അത് പറയാ അത് പറഞ്ഞൂടെ ഹോയ് ഹോയ് പറഞ്ഞൂടെ ആ എന്നാ പറയും രാരിക്കം ദാരോ ആലത്തൂരങ്ങളിൽ ഞങ്ങള് പോയി വരുമ്പം ആകാശം തൊട്ട് തലോടണൊരന്നേരം കണ്ടെന്നേ ആലിപ്പഴം പൂത്തുകിടക്കണ കണ്ണാലെ കണ്ടെന്നേ ആലത്തൂരങ്ങാടി ഞങ്ങള് പോയി വരുമ്പം അവിടെ ഒന്നുണ്ട് എന്റെ അമ്മോ ൂരങ്ങടി ഞങ്ങള് പോയി വരുമ്പോ എന്റെ അമ്മോ ആകാശം തൊട്ട് തലോടണൊരമ്മരം കണ്ടെന്ന് ആലിപ്പഴം പൂത്തുകിടക്കണ കണ്ണാലെ കണ്ടെന്ന് തെയ്യോ തകരാരോ ദിനന്തോ തകരാരോ ദിനം ദിനം ദാരോ രാരിക്കം ദാരോ രരിക്കം ദേരോ തകരിന്തി രാരിക്കം ദാരോ രരിക്കം ദേരോ അതിന്റെ കൊമ്പത്തു നിൽക്കണ ഉമ്മച്ചക്ക നോണയല്ല ചങ്ങായിയെ പോയി കണ്ടെന്ന് നോണയല്ല ചങ്ങായിയെ പോയി കണ്ടെന്ന് തെയ്യോ തകരാരോ തകരാരോ ദിനം ദിനം ദാരോ രാരിക്കം ദാരോ ദിനം തകതിരാര തകദിനം തകതിരാര താത്തിനം തകതകദിനം തകതകദിനം തകതിരാര താരക പെണ്ണാളെ കതിയാടും വിളിയാളെ നിത്തിടും കരിങ്കാരി ചോര പറിച്ചാത്തേ താരക പെണ്ണാളെ കതിയാടും വിളിയാളെ തമ്പുരാനെത്തിടും കരിങ്കാരി ചോര പറിച്ചാത്തേ തകതക താത്തിനം തകതിരാരോ തകദിനം തകതിരാരോ താത്തിനം തകതകദിനം തകതകദിനം തകതിരാരോ താത്തിനം തകതിരാരോ തകദിനം തകതിരാരോ താത്തിനം തകതകദിനം തകതകദിനം തകതിരാരോ കണ്ടം കൂട്ടിയടിക്കാൻ കരിപ്പാറക്കരങ്ങളുണ്ടേ വെള്ളം കോരി കോരി വെള്ളം കേടുന്ന തമ്മിലെ കിടാങ്ങളുണ്ടേ കണ്ടം കൂട്ടിയടിക്കാൻ കരിപ്പാറക്കരങ്ങളുണ്ടേ വെള്ളം കോരി കോരി വെള്ളം കേടുന്ന തമ്മിലെ കിടാങ്ങളുണ്ടേ കുഞ്ഞോമലേ ഉള്ളം തൊടും ആനന്ദമേ ചിമ്മി വിടരും ഭൂമിയിൽ തിങ്കളുണരും ചന്തമാണോ വിണ്ണിലരുളും ദേവതകൾ തന്ന വരമാണോ ആലോലം ആലോലം നീ മാറിൽ ചാഞ്ചാട് ഞാനാകും തേരേറി നീ ലോകം നീളെ കാണ് ആലോലം ആലോലം നീ
വസന്തം കാത്തിരിപ്പൂ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കേരളം UP സ്കൂളിന് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട MLA ആണ് നിർവഹിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ആ ഒരു കർത്തവ്യത്തിലേക്ക് കടക്കാം. പ്രവേശനോത്സവത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം എല്ലാവരും ഒരു ഉത്സവത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ്. നമ്മളിപ്പോൾ കുറേ സ്കൂളുകളിൽ കയറി ഇറങ്ങി ഒരു ഉത്സവാന്തരീക്ഷമാണ്. അപ്പോൾ കുട്ടികളെല്ലാം റെഡിയായി തന്നെയാണ് നിൽക്കുന്നത്. അധ്യാപകർ ഒരു മാസം മുമ്പേ തയ്യാറായി നിൽക്കുന്നുണ്ട്. പുതിയൊരു രീതി, നമ്മളെ കേരളത്തിലുള്ള ഒരു പ്രത്യേകത, പുതിയ രീതിയിലേക്ക് ശാസ്ത്രബോധം ഉണർത്തിക്കൊണ്ടും പുതിയ
പ്രവർത്തിച്ചു വരുന്ന സ്കൂളുകളിൽ ഏറ്റവും നല്ല നിലയിൽ വിദ്യാർത്ഥികൾക്ക് സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ അവരുടെ അഭ്യസനം നടത്താനും പൊതുജനങ്ങളുടെ നല്ല പങ്കാളിത്തത്തോടു കൂടി സ്കൂളിൻ്റെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനും മാതൃകയായിട്ട് നിൽക്കുന്ന വിദ്യാലയങ്ങളിൽ ഒന്നാണ് പെരളം UP സ്കൂൾ. ഇന്ന് പുതിയ കാലത്തിനനുസരിച്ച് സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങളൊക്കെ വരുത്തി കുറേ കൂടി മെച്ചപ്പെട്ട നിലയിൽ സ്കൂളിനെ മുന്നോട്ടേക്ക് നയിക്കുന്നതിനാണ് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിംഗ് സംവിധാനമായിട്ടുള്ള ട്രസ്റ്റി ബോർഡ് സുരേന്ദ്രമാഷാണ് ഇപ്പോൾ അതിൻ്റെ മുഖ്യ ചുമതലക്കാരൻ. ചന്ദ്രമാഷൊക്കെ ചുമതല നിർവഹിച്ച് അവരെല്ലാം ഉൾക്കൊള്ളുന്നൊരു ബോർഡാണ് ഇപ്പോൾ കാര്യങ്ങൾ നിർവഹിച്ച് വരുന്നത്. ആ ഒരു എയ്ഡഡ് മാനേജ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഉത്തമമായിട്ടുള്ള മാതൃകയാണ് ഒരു കമ്പ്യൂട്ടർ ലാബ് കൂടി ഉൾക്കൊള്ളുന്ന പുതിയ കെട്ടിടം നിർമ്മിച്ച് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നാടിന് വേണ്ടി സമർപ്പിക്കുക എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായ പ്രസക്തമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമാണ് നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിലൂടെ നടന്നു കഴിഞ്ഞിട്ടുള്ളത്. ഒരു കമ്പ്യൂട്ടർ ലാബ് UP സ്കൂൾ വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കമ്പ്യൂട്ടർ ലാബാണ് ഇവിടെ ഏർപ്പെടുത്തിയത്. അതാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ M. രാഘവൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇന്ന് അതിരാവിലെ മുതലുള്ള ഓട്ടത്തിലാണ് ഞങ്ങളെല്ലാവരും. പ്രവേശനോത്സവം, ഒരു പ്രധാനപ്പെട്ട സ്കൂളിൻ്റെ സുവർണ ജൂബിലി വാർഷികാഘോഷ പരിപാടികളുടെ തുടക്കം കുറിക്കുന്ന അതിൻ്റെ ഉദ്ഘാടന പരിപാടി, മറ്റൊരു സ്കൂളിന് നൽകിയിട്ടുള്ള ബസ്സിന് ഫ്ലാഗ് ഓഫ്, അത് കഴിഞ്ഞ് കുഴുമ്പൽ സ്കൂളിലെ ഒന്നാം തരം ഭക്ഷണം, അത് കഴിച്ചിട്ടുള്ള ഒരു ആലസ്യത്തിലാണ് ഞങ്ങളെല്ലാവരും ഈ പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം മദർ PT ഒക്കെ നന്നായിട്ട് മെനക്കെട്ടിട്ടാണ് ആ ഭക്ഷണം ഉണ്ടാക്കിയത്. അവരെക്കുറിച്ച് സ്കൂളിൽ നിന്ന് സങ്കടത്തോടു കൂടി പോവേണ്ടി വരുന്നൊരു നില ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധത്തോടു കൂടിയിട്ടാണ് നമ്മുടെ സർക്കാർ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ചില ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതി ഇപ്രാവശ്യം പരിഷ്കരിക്കുകയും കരിക്കുലം ഗുണപരമായ രീതിയിൽ മാറ്റത്തിന് വിധേയപ്പെടുത്തിയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഏറെക്കുറെ എല്ലാ ക്ലാസ്സുകളിലെയും കുട്ടികളുടെ പുസ്തകം, പാഠപുസ്തകം ഗവൺമെൻറ് തയ്യാറാക്കി സ്കൂളുകളിൽ എത്തിച്ചിട്ടുണ്ട്. അവരുടെ യൂണിഫോം, ഞാനിവിടെ മുളാടിയിരിക്കുന്നുണ്ട്, നല്ല മാലയിലോട്ടിട്ടാണ് ഇന്ന് വന്നത്. ചന്ദൻ മെമ്മോറിയൽ സ്കൂളിൽ 4ാം ക്ലാസ് വരെ പഠിച്ച് ഇവിടെ വന്നിട്ട് 5ാം ക്ലാസ് ചേർന്നു. ഞാൻ ചോദിച്ചു യൂണിഫോം എവിടെയാണ്? അപ്പോൾ കെട്ടിടത്തിൽ യൂണിഫോം എല്ലാ കുട്ടികൾക്കും നമ്മുടെ ഗവൺമെൻറ് ലഭ്യമാക്കുകയാണ്. ഉപജില്ലാ പ്രവേശനോത്സവം തുടർന്ന് തിരുവേരി SNDP സ്കൂള് അവിടെ തയ്യാറാക്കിയുള്ള മനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടം അസംബ്ലി മണ്ഡലത്തിൽ. എന്നാൽ ഇന്നലെയാണ് പയ്യന്നൂർ മണ്ഡലത്തിൻ്റെ വിജയോത്സവം നടന്നത്. അക്ഷരാർത്ഥത്തിൽ പയ്യന്നൂരിലെ അയോധ്യ പുതിയൊരു അധ്യയന വർഷം വളരെ സന്തോഷത്തോടെ ആണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ, അതായത് ആദ്യമായി
പ്രവേശനോത്സവത്തിന്റെയും കെട്ടിടോദ്ഘാടനത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട MLA TI മധുസൂദനൻ അവർക്ക് സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ അധ്യക്ഷ സ്ഥാനം വഹിച്ച കരിവള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി AV ലേജു അവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു.